ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതിൻ്റെ? ഈ വീട് സ്ഥലം തന്നവർക്കെതിരെയോ അല്ലെങ്കിൽ അതിൽ മറ്റ് കാര്യങ്ങൾ ചെയ്തു തന്നവർക്കെതിരെയോ ഒരിക്കലും നമ്മൾ അനുയോജ്യമായിട്ടല്ല, നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏത് രീതിയിലുള്ള അവസ്ഥയായാലും നമ്മളെ ഒരാൾ സഹായിക്കാൻ വന്നു, വീടാണെങ്കിലും പൈസയാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരാളൊരു സഹായവുമായിട്ട് വന്നാൽ അവരുടെ സഹായം നമുക്ക് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവർ സഹായിക്കാൻ വന്നത്. അത് നമ്മൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചു. ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും അപാകത തോന്നിയാൽ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഓൺലൈൻ ചാനലിലൂടെ അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. അവരെ ഏർപ്പാടാക്കി തന്ന ആ വ്യക്തികളെ നമ്മൾ നേരിൽ കാണാനോ ഫോൺ വഴിയോ മെസ്സേജ് അയച്ചോ എല്ലാ സംവിധാനവും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവരടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവർ പറഞ്ഞിട്ടും ഇവരത് ശരിയാക്കി തന്നിട്ടില്ല എങ്കിൽ നമുക്കെന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനേക്കാൾ മുമ്പേ നമ്മളെ ഏൽപ്പിച്ച വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യാം. അവിടെ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പോയിട്ട് ആരെയാണ് കാണേണ്ടത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. വാർഡ് മെമ്പർ ഉണ്ടാകും, MLA ഉണ്ട്. ഇവരെ വഴി ശരിയായി കിട്ടിയിട്ടില്ലെങ്കിൽ ആണ് നമ്മൾ പോലീസിൽ പരാതിപ്പെടേണ്ട കാര്യം. പോലീസിലേക്ക് അങ്ങോട്ട് നമ്മളൊരു പേപ്പറിനകത്ത് അപേക്ഷയുമായി ചെന്നാൽ അവരതവിടെ വാങ്ങി വയ്ക്കും, അന്വേഷിക്കാമെന്ന് പറയും. നമ്മുടെ പഞ്ചായത്തും വാർഡ് മെമ്പറും നമ്മുടെ MLAയും ഒക്കെ അവർ തീർച്ചയായിട്ടും നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാക്കിത്തരും. ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർ, പരിഹാരം കാണേണ്ടവർ ആദ്യം പോയിട്ട് സോഷ്യൽ മീഡിയയിൽ പോയി ഇരുന്ന് അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് ഇത് വിളിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പരിഹസിച്ചുകൊണ്ട് മെസ്സേജ് ഇടും. കുറേ പേര് ഇതേ വീഡിയോ എടുത്തിട്ട് അതിനെ മറ്റൊരു വീഡിയോ രൂപത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കും. അത് കാണുമ്പം അവിടെയും കമൻറ്റുകൾ വരും. ആ കമൻറ്റിനെ ഇട്ട് വീണ്ടും മലക്കും. ഓരോ കമൻറ്റിനും ഓരോ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രേണു. അച്ഛനെ ഇറക്കി അച്ഛൻ്റെ വീഡിയോയും നമ്മൾ കണ്ടു. രോഷാകുലമാകുകയാണ് ചെയ്തത്. ഈ പൊട്ടിത്തെറികളൊന്നും തന്നെ ഒന്നിനൊരു പരിഹാരമല്ല. പിന്നെ വേറൊരു മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് നിന്നിട്ട് വേറെ രീതിയിലാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ പൊട്ടിത്തെറിച്ചതൊക്കെ മറ്റുള്ളവർ മറന്നു പോകുമെന്നാണോ പൊന്നച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടണം, അത്രമാത്രം. രേഷ്മയ്ക്കും തങ്കച്ചനും ആ വീടിനെ കുറിച്ചുള്ള ശോചനീയാവസ്ഥ എന്താണോ, ചോർന്നൊലിക്കുന്നുണ്ടോ, പൈപ്പ് പൊട്ടി വീണോ, ഫാന് പൊട്ടി വീണോ, ഇതെല്ലാം അതിൻ്റെ നടത്തിപ്പ് ആരായിരുന്നു? അവരാണ് ചെയ്തു തരേണ്ടത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ വന്നും കണ്ടിങ്ങനെ വിരകിയാലേ ആൾക്കാർ ഇങ്ങനെ വീണ്ടും പരിഹാസ കഥാപാത്രമാവുക മാത്രമാണ് ചെയ്യുന്നത്. പരിഹാസ കഥാപാത്രമാകാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിരുന്ന് ഒരു 2-3 മീഡിയക്കാരെ പത്രസമ്മേളനം വിളിച്ചോളൂ. സുധി എന്ന കലാകാരനെ സ്നേഹിക്കുന്നവർ, സുധിയുടെ വീട്ടുകാർ, ബന്ധുക്കൾ, അവരുടെ നാട്ടുകാർ, പിന്നെ പുറമേയുള്ള കുറച്ച് ആളുകൾ, ഇവരെല്ലാവരും തന്നെ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളിങ്ങനെ കമൻ്റ് രൂപത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ വീടുമായി സംബന്ധിച്ച് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഒരു ചാനലിൽ പോയിരുന്ന ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നുണ്ടോ ചോദിക്കത്തില്ല, രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല. അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാവും, ഇനി മേലാൽ എന്നെ വിളിച്ചു പോയേക്കല്ലെന്ന് പറയും. എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഈ രേണുവിനെ സഹായിച്ച കുറച്ചധികം പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരെന്താണ് പറഞ്ഞത്? ഞങ്ങളും ഇന്നതൊക്കെ സഹായിച്ചു, ഞങ്ങള് അത് ചെയ്തു ഇത് ചെയ്തു, എന്ത് പറയാനാ, ഒരാൾക്ക് കിട്ടേണ്ട വീട് ഇപ്പം നഷ്ടമായില്ലേ ഒക്കെ അവര് പറയുന്നു. ഒരു സമയത്ത് ജീവനോടും സമയത്ത് ഏറിൽ നിർത്തിയിരുന്നു. സാമ്പത്തിക
ഒരു പറഞ്ഞ 500 രൂപ 1000 രൂപ ഒക്കെ മേടിച്ചു. ചിലപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും മേടിച്ചേ, ഇല്ലായ്മ കൊണ്ടായിരിക്കും മേടിച്ചത്. ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരു കമന്റ് ചെയ്തു, ഞാൻ സുധി ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അത് ഞാൻ തന്നോളാന്ന് ഇട്ടു. അവന് പ്രായപൂർത്തി, ഒരു പുരുഷപ്രാപ്തി, അവനെല്ലാം അറിയാം അല്ലേ. അവൻ ഇനി പഠിച്ചൊരു ജോലി, ഞാൻ അവനോട് പറഞ്ഞു കേട്ടാ പഠിച്ചൊരു ജോലി എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി സമ്പാദിക്കാം, അത് കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കണം. കുഞ്ഞിനെ അല്ല, അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നോക്കിയോളാം അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു